ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പം ചെയ്യുന്നത് ഞാനിപ്പോൾ ഹലോ മമ്മി തുടങ്ങിയിട്ടുണ്ട്. ചിലവർ കണ്ടിട്ടില്ലായിരിക്കും. ഇന്ന് വൈകിട്ടായിരുന്നു. അപ്പം ഞാൻ ഇത്രയായോ നമ്മളിപ്പോൾ ചലഞ്ചുമായിട്ട് വന്നേക്കുന്നത് നമ്മൾ യൂണിക്കോൺ ചലഞ്ച്. നമ്മുടെ യൂണിക്കോൺ ചലഞ്ചാണ്. നമ്മൾ ഒരു യൂണിക്കോൺ ചലഞ്ച്. അപ്പം നമുക്ക് യൂണിക്കോൺ ചലഞ്ച് ചെയ്യാം. ഫസ്റ്റ് തന്നെ കുടിക്ക പിങ്കാണ്. യൂണിക്കോൺ ഒരു പിങ്ക് ആവശ്യം, അത്രയേ ഉള്ളൂ. പിങ്കിൻ്റെ യൂണിക്കോൺ പറയാൻ കത്തിച്ച പൈസ ഇട്ടിട്ടുണ്ട്. ഇത്രയ്ക്ക് മറന്നിട്ടില്ല. ഇതുണ്ടോ? കൊടുക്കാം. ഇത് പിന്നുള്ളത് യൂണിക്കോൺ. നെയിൽ പോളിഷ് എന്നൊക്കെ പറയാം. ഇത് യൂണിക്കോൺ അല്ല, സാധാരണയാണ്. പക്ഷെ പിങ്ക് ആയാണ് ഞാൻ യൂണിക്കോൺ പോലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത. പിന്നുള്ളത് യൂണിക്കോൺ തന്നെയാണ്. യൂണിക്കോൺ പോപ്പിറ്റ് ബാഗ്. ഇത് പോപ്പിറ്റ് രണ്ട് ഇത് ചെറുതാണേ ഉള്ളു, പക്ഷെ യൂണിക്കോണാണ്. ഇനിയുള്ളത് യൂണിക്കോൺ കിച്ചൺ. ഇതൊരു ക്യൂട്ട് കിച്ചനാണ്. നല്ല ക്യൂട്ട്, അത്രയ്ക്ക് വലിയ ക്യൂട്ടൊന്നും അല്ല. നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്കുള്ളത് യൂണിക്കോൺ പോലെ ഇരിപ്പില്ല, പക്ഷെ ഞാൻ യൂണിക്കോൺ പോലെ ഇരിപ്പുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ തോന്നും. ഇത് ഹലോ മമ്മിയാണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ട്. ഹലോ മമ്മിന് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും ഫുൾ വീഡിയോ. ഇപ്പം ഇത് തുടങ്ങിയതല്ല, കുറേ നാളാണ്. ഇതുണ്ട്, ഇത് യൂണിക്കോൺ പോലെ ഇരിക്കും. പക്ഷെ പിന്നെ ഇതാണ് ടെഡി ബിയർ, സോഫ്റ്റ് ടെഡി ബിയർ, ക്യൂട്ട് യൂണിക്കോൺ ടെഡി ബിയർ. ഇതുകൊണ്ട് പിന്നുള്ളത് ഒരു കിച്ചൺ കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ എന്താ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? മനസ്സിലായെങ്കിൽ പറയാ, ഞാൻ അടുത്ത വീഡിയോ പറയാം. ഓക്കെ, അടുത്തത് മാലയാണ്. മാല പക്ഷേ ഇത് ഇങ്ങനെ ഇരിക്കും. ഇത് റെയിൻബോ യൂണിക്കോൺ ഒന്നുമില്ല. ഇനി അടുത്തതായിട്ട് ക്യൂട്ടായിട്ടുള്ളത് ഇതാ. കൊള്ളാവോ? ക്യൂട്ടായിട്ടില്ലേ? അടുത്തതുള്ള നമുക്ക് ഈ ഒരു ബോക്സ്. ഈ ബോക്സിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഇത് നശിപ്പിച്ച് വെച്ചേക്കുമായിരിക്കും, എനിക്കറിയാം. സ്റ്റിക്കറൊക്കെയാണ് ഇതിൻ്റെ അകത്ത്, ഫുൾ സ്റ്റിക്കേഴ്സാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബോക്സായിരുന്നു. വേസ്റ്റ് എല്ലാം കിടക്കുന്നു. ഇത്രയുണ്ടായിരുന്നു. നമുക്കെടുത്തത്. പിന്നെ വാച്ച്, വലിയൊരു വാച്ച്. ഇതിൻ്റെ പ്രത്യേകത എത്ര മണിയാന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല.
ഇതുകൊണ്ട് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ട് എൻ്റെ തന്നെ. പിന്നുള്ളത് ഇതിനകത്ത് തുറക്കാം. ലൈറ്റ് അങ്ങനെ മാത്രമേ വെച്ചാൽ തുറന്നിട്ട് ഈ സാധനം കണ്ടോ, ഈ സാധനം അതുപോലത്തെ യൂണിക്കോൺ അതാണ് ഇവിടെ ഇരിക്കണം സെയിം. പിന്നെ ഉള്ളതാ പ്രത്യേകത ബോക്സ്. ഇതൊരു സൂപ്പർ ഗ്ലോ ബോക്സാണ്. നല്ല ഭംഗി, ഇറ്റ്സ് റൈറ്റ് ഉണ്ടെന്നേ ഉള്ളു. ഫസ്റ്റ് ആണ് ഇതുപോലത്തെ ഒരു പിടി ഉണ്ടായി. ഇത് തുറക്കുക, അടയ്ക്കുക, തുറക്കുക. പിന്നുള്ളത് ഈ സാധനം. പിന്നുള്ളത് ഈ സാധനമാണ്. ഇതിങ്ങനെ മേലോട്ടും വെക്കാം, താരോട്ടും വെക്കാം. പെൻസിലിൻ്റെ സൈഡാണ് ഇത്. ഇറേസർ, ഇതിൻ്റെ അകത്ത് പെൻസിൽ വെക്കാവുന്നതാണ്. ഇത് ഇറേസറാണ് ശരിക്കും വെക്കുന്നത്. കത്രികയായിരുന്നു, ഇപ്പോൾ വന്നതേ ഉള്ളത്. അതാണ് ഞാൻ ആകാശത്തിരിക്കുന്നത്. കട്ട് ചെയ്യാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും കട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നമുക്ക് എല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. എന്താ കട്ടർ സൈഡായിരുന്നു. പെണ്ണിൻ്റെ മാലയും നമുക്ക് ഇതുണ്ട്. ഇതിൽ കട്ടർ ഷാപ്പിന് ബീഡ്സുമല്ലോ. ഇതൊരു ടേപ്പ് സെക്ഷനാണ്. ടേപ്പ് ഉണ്ട്. പിന്നെ ഇതെന്താ ഇതുകൊണ്ടെഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. സ്കെയിൽ പൊസിഷനായിരുന്നു ഇത്. ഞാൻ കണ്ടിട്ടില്ല. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. നമുക്ക് ബാക്കിയെല്ലാം ലാസ്റ്റ് നോക്കാം. അത് നമുക്ക് അപ്പുറത്തെ സൈഡ് നോക്കാം. അപ്പുറത്തെ സൈഡ് ഇങ്ങനെയാണ് എല്ലാത്തെ ബോക്സും. ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത് എല്ലാത്തെ ബോക്സും. ഇത് തുറന്ന് നോക്കാം. ഇതുപോലത്തെ ഇത് ഇളക്കാൻ പറ്റുമായിരിക്കും. ഇളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്റ്റിക്കറൊക്കെ അവർ ഫ്രീ ആയിട്ട് തന്നെ തന്നിട്ട് അവരുണ്ട ബെസ്റ്റ്. ഞാനിത് പറഞ്ഞ പോലെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ച് കളമറ. സോറി. നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മ ഇതെടുത്തിട്ടുണ്ട്. ബുക്ക്, പെൻസിലൊന്നുമില്ല. നമുക്കിപ്പോൾ ക്രയോൺ ചെയ്യാല്ലേ. അതുകൊണ്ടൊരു പ്രേതം. പേടിയാണ്. നമുക്ക് ക്രയോൺ എടുക്കാം. നമുക്ക് നമ്മുടെ കാര്യമാണ് അവരുടെ കാര്യം നോക്കാം. ക്രയോൺ എടുത്ത് ഇത് രണ്ടും മതി. പക്ഷെ പെൻസിലും കൂടെ വേണം. പക്ഷെ പെൻസില് വേണം. നമുക്ക് കത്രികയാണ്. ഞാൻ കത്രികയും ടേപ്പ് കൊണ്ടെന്ന് വിചാരിച്ചില്ല കേട്ടോ. കട്ടർ വേണ്ട. കട്ട് ചെയ്ത് കൊടുക്കാം.
വെട്ടാൻ അധികം പറ്റുന്നില്ല. ഞാൻ കൈയും കൊണ്ട് ചെറുതൊക്കെ വെട്ടി പീസാക്കിയത്. അത്രയ്ക്കൊന്നും പറ്റുന്നില്ല. എന്നാലും നല്ലതാ, ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ആ സ്കെയിൽ നോക്കാം. സ്കെയില് തുള്ളി വരുമോ? ഓട്ടോമാറ്റിക് ആയിട്ട് അതൊന്ന് പ്ലസ് ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതാ സ്കെയില് വർക്കാ. ഒരു സ്കെയിലും വർക്കാ. അതെല്ലാം വർക്കായിരിക്കും. സക്സസ് ആയോ? ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചാക്കി നോക്കാം. ഒരുമിച്ച് വെക്കട്ടെ. ഇതുവരെ നിങ്ങളൊന്ന് കണ്ണടച്ച്. ഞാനിങ്ങനെ വെച്ചോണ്ടിരിക്കുവാണേ. നിങ്ങൾക്ക് സർപ്രൈസ്. ഇതിനകത്ത് 2-3 സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. അതിന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്താൽ മതി. ഉറപ്പായിട്ടും കിട്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ചിലവരൊക്കെ ഒന്ന് കണ്ടിട്ട് പോവും. എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ല. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോ. എൻ്റെ അകത്ത് ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ വീഡിയോസൊക്കെ എല്ലാ വീഡിയോസും സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇത് തരും. ഇതിനകത്ത് 2-3 സാധനങ്ങൾ. ഐസ്ക്രീം കഴിക്കുമ്പോഴെല്ലാം എൻ്റെ പല്ലുകൾക്ക് പുളിപ്പ് അനുഭവപ്പെട്ടിരുന്നു. ആദ്യമൊക്കെ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ അത് കൂടി വന്നു. അപ്പൊ ഡെന്റിസ്റ്റ് ആണ് പറഞ്ഞത് നമ്മുടെ പല്ലിന്റെ ഏറ്റവും പുറത്തെ പാളിക്ക് തേയ്മാനം സംഭവിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇതെല്ലാം മേടിച്ചു വെക്കുന്നത്. ഞാനിത് ഗീവ് അവേ ചെയ്യുന്നത് ഫ്രൈഡേ, അടുത്ത ഫ്രൈഡേ ആണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒരു സാധനം എടുക്കാൻ നമ്മൾ മറന്നുപോയി. കിച്ചന്റെ ബാഗ് കാണിക്കാം. ഏറ്റവും വലിയ ന്യൂറോബിയോണിന്റെ വിറ്റമിൻ ബി. റിയൽ ന്യൂറോബിയോൺ റെഡ് സ്ട്രിപ്പിൽ വിറ്റമിൻ ബിയുടെ 3 ഇരട്ടി ശക്തിയുണ്ട്. അത് മരവിപ്പ്, ക്ഷീണം ഇവ അകറ്റി നൽകുന്ന ഫലപ്രദമായ ആശ്വാസം. എന്താ മനസ്സിലായോ? ഏറ്റവും വലിയ ന്യൂറോബിയോണിന്റെ വിറ്റമിൻ ബി. ഇതാണ് നമ്മുടെ ബാഗ്. ഇറ്റ്സ് ബാഗ്. ഇത് യൂണിക്കോൺ സെറ്റ് ആണ്. ചിലതൊക്കെ പെൻസിൽ ബോക്സ് ഞാൻ എൻ്റെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഞാനാണ് കൊടുക്കുന്നത്. അത് അത് തരുമോന്ന് അറിയത്തില്ല. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.